ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടുത്തിടെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന മലയാളത്തിലിറങ്ങിയ നമ്മുടെ നസ്രിയും ബേസിൽ ജോസഫും ഒക്കെ അഭിനയിച്ച അടിപൊളി ഒരു മലയാളം മൂവിയുടെ കഥയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലൈമാക്സിലൊക്കെ വന്നിട്ട് അടിപൊളി ഒരു ട്വിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. മൂവിയുടെ തുടക്കത്തിലായിട്ട് നമ്മളുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അവളുടെ പേരാണ് പ്രിയ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലേക്ക് ചെന്നിട്ട് ഒരു കള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ അവിടെ വെച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം അവളുടെ ഹസ്ബൻഡിനെ കാണിക്കുകയാണ്. അവൻ്റെ പേരാണ് ആൻ്റണി ആണെങ്കിൽ ഒരു കമ്പനിയുടെ ഫീൽഡ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം അവനിപ്പോൾ അവൻ്റെ ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കോവർക്കറായിട്ടുള്ള ഒരു ലേഡിക്ക് അവൾക്ക് ക്ലയൻറ്റിലേക്ക് വളരെയധികം കുറവാണ്, അതുകൊണ്ട് അവൾക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിൻ്റെ കയ്യിലുള്ള 2 കസ്റ്റമറെ അവർക്ക് കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ആൻ്റണി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ ബോസ് പറയുകയാണ്, മൈ ബോയ്, അടുത്ത പ്രൊമോഷൻ നിനക്ക് തന്നെയാണ്, നീ വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. പ്രിയയ്ക്കും ആൻ്റണിക്കും ഒരു മകൾ കൂടിയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആൻ്റണിയും മകളും പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തതിന് ശേഷം പ്രിയ അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ സ്റ്റെഫി ഇൻ്റർവ്യൂവിന് പോകുകയാണ്. ഇപ്പോൾ സമയമില്ല, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നതും കാണിക്കുന്നുണ്ട്. അപ്പം പ്രിയ അവർക്ക് ടാറ്റ കൊടുത്തതിന് ശേഷം ഓടി ഒക്കത്തേക്ക് വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് കാർ എടുത്തിട്ട് നേരെ ഒരു കമ്പനിയിലേക്ക് പോവുകയാണ്. അവൾ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്. അവൾ ഇൻ്റർവ്യൂവിന് ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ സ്റ്റെഫിയും ഉണ്ടായിരുന്നു. സ്റ്റെഫി അവളെ കാണുമ്പോൾ ഞെട്ടലോടെ നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്നോട് ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നങ്ങനെ മടുത്തു, പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തത്, അതുകൊണ്ട് ജസ്റ്റ് പറയാതിരുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഒഴിവാക്കിയും വിടുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം 2 പേരുടെ കാറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരോ പുതിയതായിട്ട് താമസിക്കാൻ വരുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരുടെ സൂക്ഷ്മമായിട്ട് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് താമസത്തിന് വന്നത് നമ്മളുടെ ഹീറോയും അവൻ്റെ അമ്മയുമാണ്. അവൻ്റെ പേരാണ് മാനുവലിൻ്റെ അമ്മയുടെ പേര് ഗ്രേസിന് നല്ല സുഖമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ വീട്ടിലേക്ക് താമസം മാറിയതാണ്. അവൻ്റെ സ്വന്തം വീടാണത്. ഇതെല്ലാം അവരുടെ ഉണ്ടായിരുന്ന കുറച്ച് ലേഡീസില്ലേ, അവരുടെയൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത് സരോജിനിയാണ്. ഈ സരോജിനി ആണ് നമ്മുടെ മാനുവലിനെ കൊച്ചിലെ അംഗനവാടിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരതിനകത്തൊരു വോയിസ് ഇടുന്നുണ്ട്, അവനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് പറയുമല്ല, അവൻ കുഞ്ഞിലേ വളരെ നല്ലൊരു പയ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ന്യൂസ് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അവരോരോന്ന് ഷെയർ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി മാൻ എന്ന രീതിയിൽ അവനെ സ്ത്രീകളെല്ലാം കാണുന്നതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് അവർക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാവുകയാണ്. മാത്രമല്ല, ആണുങ്ങൾക്കെല്ലാവർക്കും അവൻ ചെറിയൊരു പാർട്ടി കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ഉടുമ്പിനെയൊക്കെ കൊന്നിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ ഇടയിലും ഒരു സ്റ്റാറായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ മാനുവൽ സ്റ്റെഫിയുമായിട്ട് പെട്ടെന്ന് കമ്പനി ആവുകയും അവർ തമ്മിലൊരു റിലേഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റെഫി എന്ന് പറയുന്നത് ഒരു സിംഗിൾ മദറാണ്. ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് മാനുവൽ അവൻ്റെ അങ്കിളിൻ്റെ മകനെയും കാണാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ചൊവ്വാഴ്ച തന്നെ അതങ്ങ് നടത്തിക്കളയാമെന്ന് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വേണ്ട, നമുക്കായിട്ടൊരു ദിവസം വരുമെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇവർ പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതേ സമയം ആൻ്റണിയെ കാണിക്കുകയാണ്. അവൻ്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആൻ്റണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞൊരു പ്രൊമോഷനില്ലേ, അതിപ്പം അവൻ്റെ ബോസ്, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നല്ലോ മൃദുല, അവർക്കാണ് കൊടുക്കുന്നത്. എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആൻ്റണിക്ക് വളരെയധികം ഷോക്കാവുന്നുണ്ട്. മാത്രമല്ല, ആൻ്റണിക്കും പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കമ്പനിയുടെ കുച്ച് ബിഹാർ എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. ആൻ്റണിക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇതേ സമയം പ്രിയയെ കാണിക്കുകയാണ്. പ്രിയയ്ക്ക് ഇപ്പോൾ ഒരു കോൾ വരികയാണ്. അവളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ അവൾ പാസ്സായിട്ടുണ്ട്. അടുത്ത ലെവൽ ഇൻ്റർവ്യൂ അവർ വിളിച്ചറിയിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട് സന്തോഷമായ അവൾ ഉടൻ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊരു മെസ്സേജ് എടുക്കുകയാണ്, ഞാനിതുപോലെ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗ്രാൻഡായിട്ട് നടത്താൻ വിചാരിച്ചിരിക്കുകയാണ്, എല്ലാവരെയും ക്ഷണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സ്റ്റെഫി കേൾക്കുന്നുണ്ട്. സ്റ്റെഫിയുടെ അടുത്ത് ഇപ്പം മാനുവലുണ്ട്. അപ്പോൾ മാനുവൽ ചോദിക്കുന്നുണ്ട്, ഈ ഇൻ്റർവ്യൂ പാസ്സായി നടത്തുന്ന ഈ ആനിവേഴ്സറി ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് പുറത്തുനിന്നുള്ള ആളുകൾക്കും വരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, എല്ലാവർക്കും വരാം, ഉറപ്പായിട്ടും വരുമെന്നൊക്കെ മാനുവലോട് ചോദിക്കുന്നുണ്ട്. അവൻ വരുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ആ ഡേറ്റ് എന്നാണെന്ന് കറക്റ്റായിട്ട് അവളോട് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ മാനുവൽ അവൻ്റെ അങ്കിളിനെ കോൾ ചെയ്തിട്ട് പറയുകയാണ്, നമ്മുടെ പ്ലാൻ അന്നത്തേക്ക് തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊന്നും നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആ ഡേറ്റ് വരികയാണ്. മാനുവൽ പോകുന്നതിന് മുമ്പായിട്ട് അവൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഒരു അയൺ ബോക്സ് ഓണാക്കി വെച്ചതിന് ശേഷമാണ് അവൻ പോവുകയും ചെയ്യുന്നത്.
ഇത് മനഃപൂർവ്വമാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ ആ ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അവൻ്റെ വീട്ടിൽ നിന്ന് തീ വരുന്നതായിട്ട് പ്രിയ കാണുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ബഹളം വെക്കുകയാണ്. അവനൊരു പോലീസിൽ ഇൻഫോം ചെയ്യുകയാണ്. അങ്ങനെ പോലീസൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോഴാണ് അവർ കാര്യം അറിയുന്നത്, അവൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ ഗ്രേസ്, അവരിപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ തേടി അവിടെയൊക്കെ അവർ നോക്കുകയാണ്. അപ്പോൾ പോലീസൊക്കെ അന്വേഷിച്ചതിന് ശേഷം പിറ്റേ ദിവസം അവരെ കണ്ടെത്തിയിട്ട് കൊണ്ടുവരികയാണ്. അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും ഒരു കാര്യം അറിയുന്നത്, അവർക്ക് അൾസിമേഴ്സ് എന്ന രോഗമുണ്ടായിരുന്നുവെന്ന്, മറവിയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അവരറിയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി അവനോട് പറയുകയാണ്, ഇങ്ങനെ അമ്മച്ചി തനിച്ചാക്കിയിട്ട് പോകരുത്, ഒരാളെ നോക്കാനായിട്ട് ഏൽപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു നേഴ്സിനെ വല്ലതും അറേഞ്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുകയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിയ ഗർഭിണിയായ സമയത്ത് ഒരു ചേച്ചി, ലിസി ചേച്ചി എന്നാണ് അവരുടെ പേര്, അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ നമ്പർ വേണമെങ്കിൽ എൻ്റെ പഴയ ഫോണിലുണ്ട്, ഞാനതെടുത്ത് തരാമെന്നും പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാവരും അപ്പോൾ ആ സമയത്ത് അവിടെ വെച്ച് പിരിയുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെത്ത ആൻ്റണി പ്രിയോട് പറയുന്നുണ്ട്, പണ്ട് ഗ്രേസി ചേച്ചി ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുമ്പം വൈകിട്ട് എപ്പോഴും ഒരു പാസഞ്ചർ ട്രെയിനാണ് പോയിക്കൊണ്ടിരുന്നത്, ആ ഓർമ്മയിലായിരിക്കും അവരിങ്ങനെ പോയതെന്നൊക്കെ എല്ലാവരും പറയുന്നു എന്ന് അവൻ പറയുകയാണ്. ഉടനെ പ്രിയ ചോദിക്കുകയാണ്, അങ്ങനെ അൾസിമേഴ്സ് ഉള്ള ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ ഓർമ്മ വയ്ക്കും, ഇതൊക്കെ എങ്ങനെയായിരിക്കും സാധിക്കുന്നത്, ഇവർക്ക് ഓർമ്മയില്ലെന്നല്ലേ പറയുന്നതെന്നൊക്കെ പ്രിയ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രിയ ആ വീട്ടിലേക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനും തുടങ്ങാനായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം മാനുവൽ നേരെ അവൻ്റെ അങ്കിളിനെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ വെച്ച് ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ജോൺ കുറച്ച് ടാബ്ലറ്റൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റിനകം ഉറങ്ങിക്കോളും, അതിനുശേഷം നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ജോൺ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനുവൽ പറയുന്നുണ്ട്, എനിക്ക് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് നല്ല പ്രഷറുണ്ട് അമ്മച്ചിയുടെ കൂടെ ഒരാളെ നിർത്താനായിട്ട്, പക്ഷേ അതിനുള്ളിൽ തന്നെ നമ്മുടെ പ്ലാനെല്ലാം നമുക്ക് നടപ്പാക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രിയ അടുത്ത വീട്ടിലുള്ള സുലുവിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അൾസിമേഴ്സ് ഉള്ള ഒരാൾ ഇത്രയും പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നിൽക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പോലും പല കാര്യങ്ങളും മറന്നു പോകും, പക്ഷേ അവരെല്ലാ കാര്യത്തിലും കറക്റ്റാണ്. വീടിൻ്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടാണ് കയറുന്നത്. അതുപോലെ മോട്ടർ എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. അതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുണിയെടുക്കുന്നതിന് മുന്നേ തന്നെ അവരവിടുന്ന് തുണിയെടുത്ത് മാറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സുലു പറയുകയാണ്, ചിലപ്പം അമ്മച്ചി ആയിരിക്കില്ല ചെയ്യുന്നത്, നമ്മുടെ സ്റ്റെഫി ചേച്ചി കുറച്ച് ദിവസമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പോകുന്നുണ്ട്, ചിലപ്പോൾ അവരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പ്രിയ പറയുകയാണ്, നീ അല്ലെങ്കിൽ ക്രോസായിട്ട് അവരെ ഒന്ന് വാച്ച് ചെയ്ത് നോക്ക്, ഒരിക്കലുമല്ല നമ്മളെക്കാളും അവർ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നിനക്കത് നേരിട്ട് ചോദിച്ചുകൂടെ അമ്മച്ചിയോടെന്ന് അവൾ ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, എപ്പോഴും സ്റ്റെഫിയ മാനുവലൊക്കെ അടുത്തുണ്ടാവും, ഇതിനിടയ്ക്ക് ഞാൻ എപ്പോൾ പോയി ചോദിക്കാനാണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ മാനുവൽ ജ്യൂസിനകത്ത് അവൻ കൊടുത്ത ഗുളിക ഉണ്ടായിരുന്നല്ലോ അത് പൊടിച്ച് കലക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റെഫിയെ വിളിക്കുന്നുണ്ട്. സ്റ്റെഫിയോട് പറയുന്നുണ്ട്, കുറച്ച് നേരം അമ്മച്ചിക്കൊന്ന് കൂട്ടിന് നിൽക്കണം, ഞാൻ അമ്മച്ചിക്ക് ഒരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അമ്മച്ചിക്കുള്ള ജ്യൂസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കറക്റ്റ് 11 മണിയാകുമ്പം അമ്മച്ചിക്കൊന്ന് കൊടുത്തേക്കണേന്ന് അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ വന്ന് അമ്മച്ചിക്ക് കൂട്ടിരിക്കുകയാണ്. അങ്ങനെ 11 മണിയായപ്പം സ്റ്റെഫി ജ്യൂസ് അമ്മച്ചിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അമ്മച്ചി അത് കുടിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. കറക്റ്റ് ആ സമയത്ത് തന്നെ മാനുവൽ അവളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മച്ചി ജ്യൂസ് കുടിക്കുന്നില്ല അല്ലേ? സ്റ്റെഫി ഒരു കാര്യം ചെയ്യും, സ്റ്റെഫി ജ്യൂസ് കുടിച്ച് കാണിച്ചാൽ മതി, അമ്മച്ചി അതുപോലെ കുടിച്ചോളും, അമ്മച്ചിക്കൊരു വിശ്വാസം വന്നാലേ കുടിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെഫി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം അമ്മച്ചി അത് കണ്ടിട്ട് അമ്മച്ചിയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്തേക്ക് തന്നെ അവൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നല്ലോ റോയ്, അയാൾ കാറും എടുത്ത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് തുടങ്ങിയാണ്. അങ്ങനെ കറക്റ്റ് അവിടേക്ക് എത്തുന്ന സമയത്ത് തന്നെ ആ വീട്ടിനുള്ളിലേക്ക് പ്രിയ കയറി പോവുകയാണ്. ഇത് കണ്ട ഉടൻ തന്നെ അവൻ മാനുവലെ വിളിച്ച് പറയുന്നുണ്ട്, നിൻ്റെ അപ്പുറത്തുള്ള ആ പ്രിയയില്ലേ, അവളിപ്പം നിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ മാനുവലിന് ആകെ ദേഷ്യമാവുകയാണ്. അവൻ കിടന്ന് ബഹളം വെക്കും, ഇവളെന്തിനാ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നെന്ന് കിടന്ന് അലക്കുകയാണ്. പ്രിയ വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മച്ചിയോട് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അമ്മച്ചി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പം സ്റ്റെഫി ആണെങ്കിൽ അവൾക്കും ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവളും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനുവലിന് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്. അവൻ പെട്ടെന്ന് ആൻ്റണി കോൾ ചെയ്യുകയാണ്. പക്ഷേ ആൻ്റണി ഫോൺ എടുക്കുന്നില്ല, ആൻ്റണി ഡ്രൈവിങ്ങിലാണ്. കുറേ നേരം ട്രൈ ചെയ്തതിന് ശേഷം ആൻ്റണി ഫോൺ എടുക്കുകയാണ്. അപ്പം അവനോട് ചോദിക്കുന്നുണ്ട്, അന്നൊരു ഹോം നേഴ്സിൻ്റെ കാര്യം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പഴയ ഫോണിലാണ് എന്ന് പറഞ്ഞിട്ടാണ് അവനന്ന് പോയത്. ഇത് മാനുവലിന് അറിയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ പ്രിയയെ വിളിക്കുകയാണ്. അങ്ങനെ പ്രിയയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ പഴയ ഫോണിൽ ആ നമ്പറുണ്ട്, അത് പെട്ടെന്ന് മാനുവലിന് വേണമായിരുന്നു, ഒന്ന് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയയ്ക്ക് ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. പ്രിയ ചോദിക്കുന്നുണ്ട്, അർജൻറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ അർജൻറ്റാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രിയ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ജ്യൂസ് കുടിച്ച സ്റ്റെഫി അവിടെ വെച്ച് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അമ്മച്ചി അവിടെ കാണാനുമില്ല. ഇപ്പോൾ ആ റോയ് അങ്കിളുണ്ടല്ലോ, അയാളുടെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ അമ്മച്ചി ഉറങ്ങിക്കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റും റെയിൽവേ പാളത്തിൻ്റെ ചുറ്റും കുറേ ആളുകൾ കൂടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡെഡ് ബോഡിയുടെ കാര്യമൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം
മാനുവലിൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അമ്മച്ചിയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മാനുവലിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോലീസൊക്കെ വരികയാണ്. ഈ സമയം അവൻ്റെ സഹോദരിയായ ഡയാനയും അവിടെ വരുന്നുണ്ട്. അപ്പം ഡയാനയെ പോലീസുകാർക്ക് അവൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പം പോലീസുകാർ പറയുന്നുണ്ട് ആ ബോഡി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ആയിരുന്നു, അത് അവർ വന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. പക്ഷേ CCTV ദൃശ്യങ്ങളൊന്നും ഇവരെ ഒന്നും വെളിയിൽ പോകുന്നതായിട്ട് കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും അൽഷിമേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ പോയാൽ തന്നെ എങ്ങനെയെങ്കിലും CCTV ദൃശ്യങ്ങളിലൊക്കെ വരേണ്ടതാണ്. പക്ഷേ അത് എങ്ങനെയാണെന്നും സാധിക്കാത്തതെന്ന് പോലീസുകാർക്കും ആകെ ഡൗട്ടാവുകയാണ്. അപ്പോൾ ഡയാന പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി തരണമെന്ന് ഡയാന പറയുകയാണ്. ഇതേസമയം സുലുവിൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രിയയോട് സുലു ചോദിക്കുന്നുണ്ട്, നീ അവിടെ നിന്ന് മാറിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മച്ചി മിസ്സിങ് ആവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പ്രിയക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. കാരണം ആ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ആൻ്റണി വിളിച്ച് പറഞ്ഞിട്ടായിരുന്നല്ലോ അവൾ അവിടെ നിന്ന് മാറിയത്. പെട്ടെന്ന് അവൾ ആ ലിസി ചേച്ചിയെ വിളിച്ചു ചോദിക്കുകയാണ്, ഇതുപോലെ മാനുവൽ എന്ന് പറഞ്ഞ ഒരാൾ ഒരു അമ്മച്ചിയെ നോക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ലിസി ചേച്ചി പറയുന്നുണ്ട്, ഇല്ല മോളെ, എനിക്ക് ഇതുവരെ അങ്ങനൊരു കോളും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പ്രിയ പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് മാറിയതല്ല, എന്നെ അവൻ മാറ്റിയതാണെന്ന് പറയുന്നുണ്ട്. ഇതെന്തിനായിരിക്കും അവൻ എന്നെ ഇങ്ങനെ മാറ്റിയത്? ഉറപ്പായിട്ട് ഞാനവിടെ ചെന്ന കാര്യം സ്റ്റെഫി അല്ല അയാളോട് പറഞ്ഞത്. അപ്പോൾ അയാളുടെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ട് എന്ന് അവൾ പറയുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ ഡയാന അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയ അവളോട് പോയിട്ട് നൈസായിട്ട് മുട്ടാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, എൻ്റെ പേര് പ്രിയ എന്നാണ്, ഞാൻ ഈ അയൽവക്കത്ത് താമസിക്കുന്നതാണ്, ഞാനിതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, എൻ്റെ ഒരു ഓപ്ഷൻ ന്യൂസിലൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നൈസായിട്ട് അവളുടെ നമ്പരും ഇവൾ മേടിക്കുന്നുണ്ട്. ശേഷം ഡയാന നേരെ പോയിട്ട് മാനുവലിനോട് പറയുകയാണ്, ഞാൻ നാളെ തന്നെ തിരിച്ചു പോകും, നീ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് പിറ്റേന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അന്ന് രാത്രി വന്നിട്ട് മാനുവൽ അവരുടെ വീട്ടിലേക്ക് രാത്രി ലേറ്റായിട്ടാണ് വരുന്നത്. പ്രിയ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പ്രിയ കുറേ ലൈറ്റൊക്കെ കണ്ടിട്ട് എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. അപ്പം മാനുവൽ ലിറ്റർ കണക്കിന് ആസിഡും കൊണ്ട് വീടിനുള്ളിലേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പ്രിയ വന്ന് നോക്കുന്ന സമയത്ത് ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പം അമ്മച്ചി ആ വീടിൻ്റെ ഒരു റൂമിനുള്ളിൽ നിൽക്കുന്നതായിട്ട് ഇവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഷോക്കാവുന്നുണ്ട്. ഈ സമയത്തേക്ക് തന്നെ ആൻ്റണി അവിടേക്ക് വരുന്നുണ്ട്. എന്തിനാണ് രാത്രി ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവൾ പേടിച്ച് പറയുന്നുണ്ട്, അമ്മച്ചി ഞാൻ ആ വീട്ടിൽ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഉടൻ തന്നെ അവൻ പറയുന്നുണ്ട്, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ശരിക്കും കണ്ടതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പം തന്നെ മാനുവലിനെ ഒന്ന് വിളിച്ച് ചോദിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇപ്പോൾ സമയം എന്തായെന്ന് നിൻ്റെ വിചാരം, നമുക്ക് നാളെ ചോദിക്കാം, ചിലപ്പോൾ അമ്മച്ചി വന്നിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആൻ്റണിയെ കൊണ്ട് പ്രിയ വിളിപ്പിക്കുകയാണ്. ഈ മാനുവൽ പറയുന്നുണ്ട്, അങ്ങനെ അമ്മച്ചി കിട്ടിയിട്ടില്ല, അന്വേഷണമൊക്കെ നടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് ആൻ്റണി പറയുന്നുണ്ട്. പ്രിയ നേരെ സുലുവിനെയും അതുപോലെ അശ്വിനെയൊക്കെ അടുത്ത ദിവസം വീട്ടിലുള്ള 2 സ്ത്രീകളാണ്, അവരെ 2 പേരെയും കാണാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് അമ്മച്ചിയെ കണ്ട കഥയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ കണ്ടതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രിയ ഒരു പ്ലാൻ ഇടുകയാണ്, ഇന്ന് രാത്രി എന്തായാലും എനിക്ക് അവിടെ കയറിയേ പറ്റുള്ളൂ, ഞാൻ അവിടെ കയറി നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. 2 പേരും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവൾ പോകുമെന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ രാത്രിയിൽ അവളവിടെ നിന്ന് ചാടുകയാണ്. 2 പേരും ഇപ്പം 2 അപ്പുറത്തും ഇപ്പുറത്തും വീടല്ലേ, അതിന് മുകളിൽ നിന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഫോൺ വഴി കോൾ കണക്ട് ചെയ്തിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്നാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ ഇവളെ കണ്ടിട്ട് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു ജനലിനുള്ളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പം അകത്തായിട്ട് ജോൺ നിൽക്കുന്നുണ്ടായിരുന്നു. ജോൺ ഇവളെ കണ്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. പക്ഷേ ആ ജനലിനൊരു പ്രത്യേകതയുണ്ട്, പുറത്ത് നിന്ന് നോക്കുമ്പം ഉള്ളിൽ കാണാൻ പറ്റില്ല, എന്നാൽ അകത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ജോണൊന്നും തന്നെ മാനുവലിനെ വിളിച്ച് പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലല്ലേ ആ പ്രിയയില്ലേ, അവൾ ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഭാഗ്യത്തിനാണ് അവൾ എന്നെ കാണാത്തതെന്നും പറയുന്നുണ്ട്. അങ്ങനെ മാനുവൽ ദേഷ്യം കാണിച്ചിട്ട് പെട്ടെന്ന് വണ്ടി തിരിച്ച് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഇതേ സമയം മാനുവൽ വരുന്നുണ്ട്. സുലു അവൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. സുലു ഇൻഫർമേഷൻ കൊടുത്തതും അവൾ അവിടെ നിന്ന് ചാടി പെട്ടെന്ന് അവിടെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നാൽ മാനുവൽ വണ്ടി നിർത്തി ഉടൻ തന്നെ ഇറങ്ങി ഓടി അവളെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവളങ്ങനെ മതിൽ ചാടുന്ന സമയത്ത് തന്നെ മാനുവൽ പുറകിൽ നിന്ന് കൈയടിച്ച് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്താ പ്രിയ, എൻ്റെ വീട്ടിൽ നിനക്ക് ഈ രാത്രി കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. നിനക്ക് മതിൽ ചാട്ടമൊക്കെ പതിവായിരിക്കും, പക്ഷേ എൻ്റെ വീട്ടിലേക്കുള്ള ചാട്ടം അധികം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് വിടുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുന്ന മാനുവൽ അവൻ്റെ വീട്ടിലെ പൈപ്പ് ലീക്കാവുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഉള്ളിൽ പോയിട്ട് ജോണിനോട് ചൂടാവുന്നുണ്ട്. നിൻ്റെ ഈ മണ്ടത്തരം കാരണം ഈ പൈപ്പ് ലീക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേ അങ്കിൾ പറഞ്ഞതാ എന്തെങ്കിലും കുഴി കുത്തി മൂടിയാൽ മതി എന്നുള്ളത്, ഇപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ ജോൺ പറയുന്നുണ്ട്, അങ്ങനെ അത്ര ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഇവിടെ നിന്ന് മാറ്റാമെന്ന് പറയുന്നുണ്ട്. ഉണ്ണി അവൻ ചൂടാവുകയാണ്. ബോഡി ഇവിടെ വന്ന് മാറ്റുന്നത് ഇനിയിപ്പം അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല, എത്രയും പെട്ടെന്ന് ജോലി തീർത്തിട്ട് നീ ഇവിടെ നിന്നൊന്ന് ഇറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവനോട് ചൂടാകുന്നു. ഉടൻ തന്നെ ജോൺ ബാത്റൂമിനുള്ളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവൻ ആസിഡ് കോഴി ആ ബാത്റൂമിനുള്ളിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഫ്ലഷ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം മാനുവൽ ഉടൻ തന്നെ അങ്കിളിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്,
നാളെ തന്നെ അവൾ കെട്ടി എഴുന്നേൽക്കുന്നൊക്കെ കേട്ടത്. അവൾക്ക് എന്തൊക്കെയോ ഡൗട്ടുണ്ട്. അവൾ വന്നാൽ ആകെ തന്നെ കുളമാകുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം, അതിനു മുമ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് തീർപ്പാക്കണമെന്നൊക്കെ അങ്കിളിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആ പ്രിയയില്ലേ, അവൾക്ക് എന്തൊക്കെയോ ഡൗട്ടുണ്ട്, അവളിപ്പോൾ എന്നെ വീട് ചാടി എന്നൊക്കെ അങ്കിളിനോട് പറയുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവം പ്രിയയ്ക്കും സുലുവിനുമൊക്കെ ആകെ ഡൗട്ടാവുകയും ചെയ്യുന്നുണ്ട്. അവർ ചുറ്റും കൂടി ഒന്ന് ചർച്ച ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ മാനുവൽ വന്ന ഉടൻ തന്നെ വീട്ടിലേക്കല്ല കയറിയത്, നേരെ ഇവളെ പിടിക്കാനായിട്ട് ഓടുകയാണ്. ഇത് മറ്റുള്ള 2 പേര് അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇവർക്കുള്ളിൽ വേറെ ആരോ ഇവൾ കയറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അയാൾ ഇൻഫോം ചെയ്തിട്ടാണ് മാനുവൽ അവിടേക്ക് വന്നതെന്ന് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അങ്ങനെ ആരായിരിക്കുമെന്ന് ഇവരന്വേഷിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നു സ്റ്റെഫിയാണെന്ന്. അങ്ങനെ സ്റ്റെഫിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. സ്റ്റെഫിയോട് ഈ കാര്യം ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, മാനുവൽ ഇപ്പം എന്നോട് സംസാരിക്കാറ് പോലുമില്ല, മാത്രവുമല്ല അമ്മച്ചി മിസ്സായത് ഞാൻ കാരണം എന്നുള്ള രീതിയിലാണ് മാനുവൽ എന്നോട് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് സ്റ്റെഫിയോട് പറയുകയാണ്. അപ്പോൾ സ്റ്റെഫി ഒരു കാര്യം ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അന്ന് നീ ഒരു ജ്യൂസ് കുടിച്ചില്ലായിരുന്നു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത ഒരാളാണ്. ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്ക് എന്തെന്നറിയാത്തൊരു ഉറക്കം വന്നുപോയി, അതിനുശേഷമാണ് അമ്മച്ചി മിസ്സായത്. ഉടനെ തന്നെ പ്രിയ പറയുന്നുണ്ട്, ഞാൻ ജ്യൂസ് കുടിച്ചതാണ്, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തന്നെ തോന്നിയില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു കണക്ഷൻ വന്നിട്ട് പ്രിയ ആലോചിക്കുകയാണ്, ഡയാനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഡയാനോടൊന്ന് സംസാരിച്ചോളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡയാനയ്ക്ക് ഉള്ളൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഡയാന റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡയാനയോട് അമ്മച്ചിയും മാനുവലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ഡയാന പറയുകയാണ്, അതറിയാൻ വേണ്ടിയിട്ടാണോ നീ എൻ്റെ വീട്ടിലേക്ക് ഇന്നലെ ചാടി കയറിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പ്രിയ ഓക്കെ എന്നുള്ള രീതിയിൽ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവളൊന്നും മിണ്ടുന്നില്ല. അന്നേ ദിവസം രാത്രി മാനുവൽ എന്തോ ചാക്കുകെട്ടുകൾ വീടിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കുന്നതായിട്ട് ഇവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്താണ് ചെക്ക് ചെയ്യണമെന്ന് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ മാനുവൽ ഒരു മെസ്സേജിൻ്റെ സൗണ്ട് കേട്ടാണ് ഉണരുന്നത്. ന്യൂസിലൻഡിൽ നിന്നുള്ളൊരു മെസ്സേജാണ്. ഇത് കണ്ട് ഉടൻ തന്നെ അവൻ ഞെട്ടി എഴുന്നേറ്റിട്ട് നേരെ ജോണിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത്രയും പെട്ടെന്ന് ഈ പണിയൊക്കെ തീർത്തേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ന്യൂസിലൻഡിൽ നിന്ന് അവളൊക്കെ വരുന്നുണ്ട്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ അങ്കിളിനെ വിളിക്കുന്നുണ്ട്. അങ്കിൾ പറയുന്നുണ്ട്, അവൾക്കൊരു ഡൗട്ട് തോന്നരുത്, നീ തന്നെ ആയിരിക്കണം പോകുന്നത്, നീ തന്നെ അവളെ പിക്ക് ചെയ്യാനായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാനുവൽ പുറത്തേക്ക് പോവുകയാണ്. ഉടനെ തന്നെ പ്രിയ വന്നിട്ട് അസ്മയോടും സുലുവിനോടും ആ വീട്ടിൽ പോയിട്ട് ആ ചാക്കുകെട്ടിൽ എന്താണെന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട്. 2 പേർക്കും വളരെയധികം പേടിയാണ്. പകുതി വെച്ചിട്ട് മാറിപ്പോകാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും അതിനുള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അസ്മ നേരെ പോയിട്ട് കോളിംഗ് ബെല്ലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സുലു ആ സൈഡിലേക്ക് പോയിട്ട് ആ ചാക്കുകെട്ടുകൾ മാറ്റി നോക്കുന്നുണ്ട്. അവിടെ വെച്ച് എന്തോ പെയിൻ്റ് അടിച്ചിരിക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഉടൻ തന്നെ നമ്മുടെ പ്രിയയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നീ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ചുരണ്ടി നോക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവളത് ചുരണ്ടി നോക്കുകയും ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഈ സമയത്ത് ജോൺ അതിനുള്ളിലുണ്ടായിരുന്നല്ലോ. അവൻ ഈ സൗണ്ടടി ഒക്കെ ബഹളമൊക്കെ കണ്ടിട്ട് ഇവൻ കാണുന്നുണ്ട് ഇവർ ഈ ചെയ്യുന്ന പരിപാടിയൊക്കെ. ഉടൻ തന്നെ മാനുവലിനെ വിളിച്ച് പറയുന്നുണ്ട്. മാനുവൽ പറയുന്നുണ്ട്, ഇതെങ്ങനെയെങ്കിലും നീ അങ്ങ് ഡീൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഉടനെ അവൻ വന്ന് ഡോറ് തുറക്കുകയാണ്. എന്നിട്ട് അവരോട് ചൂടാവുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്നിരുന്ന പ്രിയയ്ക്കിപ്പം അരുണിൻ്റെ അടുത്ത് നിന്നൊരു കോൾ വരികയാണ്. അതായത് അമ്മച്ചിയെ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഏതോ ഓൾഡ് ഏജ് ഹോമിൽ നിന്നാണ് കിട്ടിയത്. ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കറങ്ങി നടന്നപ്പം അവർ കൊണ്ടുപോയതാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം മാനുവൽ അവിടേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാനുവൽ അമ്മച്ചിയും കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അവിടെ എല്ലാ ആളുകളും ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അമ്മച്ചിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം സുലു ഉടനെ അവളോട് പറയുകയാണ്, നീ അല്ലേ അയാളെ വെറുതെ ഇങ്ങനെ സംശയിച്ചേ, എന്താണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിരിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയയുടെ മനസ്സിൽ ആകെ പിന്നെയും ഡൗട്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയ വന്നിട്ട് ഡയാനയ്ക്ക് പിന്നെ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഹലോ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഈ ഫോൺ ഇപ്പോൾ ഉള്ളത് മാനുവലിൻ്റെ കയ്യിലാണ്. അങ്ങനെ മാനുവൽ അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ അമ്മച്ചിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ദിവസം തന്നെ നമ്മുടെ സ്റ്റെഫിക്കും പ്രിയയ്ക്കും സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ പ്രിയ എന്തോ ഒരു ബോക്സിലാക്കിയിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പ്രിയയ്ക്ക് ആകെ ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾ പിന്നെയും ഡയാനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കോളെല്ലാം കിട്ടുന്നത് നമ്മുടെ മാനുവലാണ്. മാനുവൽ കോൾ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ കോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നുണ്ട് തന്നെ അവൻ ഫോൺ ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രിയ ആ കോൾ കട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് സ്റ്റെഫിയോട് പറയുകയാണ്, ഡയാന പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, നമ്മളെല്ലാവരും കണ്ടല്ലേ അവൾ പോകുന്നെന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, ഒരു ഇൻ്റർനാഷണൽ കോൾ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് ആ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ ആയിരിക്കില്ലേ, പക്ഷേ ഇത് മലയാളത്തിലാണ് പറഞ്ഞതെന്ന് പറയുന്നു. അതിനർത്ഥം ആ ഫോൺ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഈ ടെൻഷൻ കാരണം അവൾക്ക് ആ ഇൻ്റർവ്യൂ അത്ര പെട്ടെന്ന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നില്ല. ഇപ്പം പ്രിയ വന്നിട്ട് ഡയാനയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്യാണ്. ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ഡയാന എന്ന് പറയുന്നത് ഒരു ലെസ്ബിയനാണ്. അപ്പോൾ അവൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ
അതിഥി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ന്യൂസിലൻഡിൽ താമസിച്ചിരിക്കുന്നുള്ള കാര്യമൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതിഥി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇവൾ ഒരു മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഈ അതിഥി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പം കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവളിപ്പോൾ എയർപോർട്ടിലാണുള്ളത്. മാനുവലാണ് അവളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വരാമെന്ന് ഏറ്റിരുന്നത്. അപ്പോൾ മാനുവൽ അവളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, നിനക്ക് ഞാനൊരു ലൊക്കേഷൻ അയച്ചു തരാം, അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഒരു വണ്ടി എടുത്തിട്ട് അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവനെ കണ്ട ഉടൻ തന്നെ ഡയാന എവിടെയെന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഡയാന ഇപ്പം നമ്മുടെ ഫാമിലി ബേക്കറിയിലാണ് ഉള്ളത്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മാനുവൽ അവളെയും കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ്റെ അങ്കിളുടെ അടുത്ത് നിന്നും അവനൊരു ഫോൺ വരികയാണ്. ഒരു ഫോണൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഫോൺ വിളിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം കോൾ വരുന്ന അങ്കിൾ അവനോട് ചോദിക്കുകയാണ്, എന്താണ് അവൾ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഡയാനെ കണ്ടേ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. ശരി, എന്താ വേണ്ടതെന്ന് അങ്കിളിനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം അങ്കിള് ഈ ഫോൺ കൊണ്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇവിടെയാണ് അടുത്ത ഒരു ട്വിസ്റ്റ്. ആ കോള് എടുക്കുന്നതെന്ന് പറയുന്നത് അവൻ്റെ അമ്മച്ചിയാണ്. ഇവരാണ് ഈ കഥയിൽ യഥാർത്ഥ വില്ലത്തി എന്ന് പറയുന്നത്. അവരുടെ പ്ലാനായിരുന്നു ഇതെല്ലാം. അപ്പോൾ അവർ പറയുകയാണ്, അവൾക്ക് ഡയാനെ കണ്ടല്ല പറ്റുള്ളൂ, അവിടെ അടുത്തേക്ക് തന്നെ അവളെയും വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം പ്രിയ നമ്മുടെ അതിഥിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിഥി കാണുകയും അതിഥി അവൾ ചോദിക്കുകയാണ്, ഡയാന നാട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, ഞാനിപ്പോൾ ഇവിടെയാണുള്ളത്, ഡയാന ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഉടനെ അതിഥി അവളുടെ നമ്പർ ചോദിച്ചിട്ട് അവളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഡയാന ഇവിടെ നിന്നും പോയതാണ്, ഞങ്ങളെല്ലാവരും കണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മച്ചിയുടെ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഇവിടെ വന്നതെന്ന് പറയുന്നുണ്ട്. അമ്മച്ചി ഒരു വീഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരി, ഇത് കാണിക്കാനായിട്ട് പെട്ടെന്ന് അവൾ പറയുകയാണ്. അങ്ങനെ ഈ മെസ്സേജ് അവൾക്ക് ഫോർവേഡ് ചെയ്യുകയാണ്. തിരിച്ചവൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇത് ട്രാപ്പാണെന്ന് മനസ്സിലായ പ്രിയ പെട്ടെന്ന് അവൾക്കൊരു മെസ്സേജ് അയക്കുകയാണ്, നിങ്ങൾ മാനുവലിൻ്റെ കൂടെ പോകരുത്, ഇതൊരു ട്രാപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മാനുവൽ വന്ന് കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവൾ ഈ മെസ്സേജ് കണ്ട ഉടൻ തന്നെ അവൻ അവളെ ബോധം കെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം പ്രിയ അതിഥിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ കോള് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ അതിഥി ലാസ്റ്റ് സംസാരിച്ചത് ആ ബേക്കറിയിലേക്ക് പോകുന്നുള്ള കാര്യമായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടേക്ക് ഇവൾ പോവുകയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും അവരെ കാണാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. അങ്ങനെ വിഷമിച്ച് അവൾ തിരിച്ച് പോകാനായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവളൊരു പോസ്റ്റർ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറയുന്നുണ്ട്, ഞങ്ങളുടെ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള നോട്ടീസാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി അവൾ നേരെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് അവൾക്ക് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ഇവൾ കുറച്ച് പൊതിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അവർ വിളിക്കുന്നുണ്ട്. അവർ ലാബിലെ ഒരു സ്റ്റാഫായിരുന്നു. അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ തന്ന സാമ്പിളിൽ എന്തോ വലിയ കുഴപ്പം പിടിച്ച കേസാണ്, ഇതിൽ ആസിഡിൻ്റെ കണ്ടൻറ്റും അതുപോലെ ഹ്യൂമൻ ബോൺസിൻ്റെ കണ്ടൻറ്റും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നീ വേഗം പോലീസിനെ ഇൻഫോം ചെയ്യും, തല കുരുങ്ങണ്ട എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വേഗം ഇത് പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് അവൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ, പ്രിയ മാനുവലിൻ്റെ വീട്ടിൽ പോയപ്പം അവരുടെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്നും കുറേ സാമ്പിൾ ഇവൾ ഇളക്കി ശേഖരിച്ച് ഈ ലാബിൽ കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ പ്രിയ അതിനുള്ളിൽ നിന്ന് പരിശോധിക്കുന്ന സമയത്ത് ആ അതിഥിയെ ഒരു ടേബിളിൽ കിടത്തിയിട്ട് ജോണും മാനുവലും അതിനപ്പുറം ഇപ്പുറം നിൽക്കുന്നതായിട്ട് ഇവൾ കാണുന്നുണ്ട്. ഇത് കണ്ട് ഷോക്കായി അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തോ സൗണ്ട് കേൾക്കുകയാണ്. ഇത് മാനുവൽ കണ്ടിട്ട് മാനുവൽ വെളിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രിയയെ കാണുന്നുണ്ട്. പ്രിയ പെട്ടെന്ന് വണ്ടിക്കുള്ളിൽ കയറുമ്പം അതിൻ്റെ കണ്ണാടി ഫുള്ള് ഇവ അടിച്ച് തകർക്കാനായിട്ട് നോക്കുകയാണ്. പ്രിയ ആ ഷോക്കിൽ വണ്ടി പെട്ടെന്ന് മുന്നിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ ആ ഷോപ്പിനുള്ളിലേക്ക് വണ്ടി ഇടിച്ച് തെറിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാനുവലിനും ജോണിനും ഒക്കെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പ്രിയ വേഗം പോയിട്ട് അതിഥി അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്. ഈ സമയത്ത് മാനുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അമ്മച്ചിയാണ് ഇപ്പോൾ വിളിക്കുന്നത്. അങ്ങനെ അവളെ കോൾ അറ്റൻഡ് ചെയ്യുമ്പം അമ്മച്ചി പറയുന്നുണ്ട്, എല്ലാം സക്സസ് ആയിട്ട് കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, പ്ലാനിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് എന്ന് അവൾ പറയുകയും ചെയ്യുന്നുണ്ട്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചിയോട് അവൾ പറയുന്നുണ്ട്, എന്നെ ഓർമ്മയില്ലേ പ്രിയ, ഇനി ഒരിക്കലും മറക്കില്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് തരാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ അമ്മച്ചിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഡയാന അവിടെ ലിവിങ് റിലേഷൻഷിപ്പിലാണെന്നും അവൾ ലെസ്ബിയനാണെന്നുള്ള കാര്യമൊക്കെ ഈ അമ്മച്ചി അറിയുന്നുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിന് തന്നെ വളരെയധികം അപമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഫാമിലി ആയിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഇനി പുറത്തുള്ള ആളുകളോട് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അവളെ കൊല്ലാനായിട്ട് അവർ വലിയൊരു പ്ലാൻ തന്നെ ഇടുകയാണ്. അതിനുവേണ്ടി അവർ സെലക്ട് ചെയ്ത സ്ഥലമായിരുന്നു ആ വീട് എന്ന് പറയുന്നത്. അമ്മച്ചിക്കുള്ള അസുഖം എന്ന് പറഞ്ഞത് ആ നാട്ടുകാരെ ഇവർ പറ്റിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ ജ്യൂസ് കലക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് സ്റ്റെഫി ജ്യൂസ് ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് മാനുവൽ അവളെ വിളിക്കുന്നത്. അമ്മച്ചിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അമ്മച്ചിയാണ് അതിലേക്ക് ആ മരുന്ന് കലർത്തുന്നത്. അതായത് ആ ഒരു ഗ്ലാസ്സിൽ മാത്രമേ ആ മയക്കുന്ന മരുന്നുണ്ടായിരുന്നുള്ളൂ. സ്റ്റെഫി അത് കുടിച്ചതിന് ശേഷം മയങ്ങിപ്പോയതിനു ശേഷം അമ്മച്ചി തനിയെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ കാറിൽ കയറി ഒളിച്ചാണ് അവിടെ നിന്നും പോയത്. അതുപോലെ അവൾ മിസ്സിംഗ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഡയാനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഡയാന വന്നിട്ട് പോകുന്ന വഴിക്ക് അമ്മച്ചിയെ കിട്ടിയെന്നും അമ്മച്ചിക്ക് ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ മെസ്സേജ് അവൾക്ക് അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചിയെ കാണാനായിട്ട് അവൾ വന്ന ആ ദിവസം രാത്രിയിലാണ്
നമ്മുടെ പ്രിയ ആ ജനലിനരികെ അമ്മച്ചിയെ കണ്ടു എന്ന് പറയുന്നത് അവൾ യഥാർത്ഥത്തിൽ കണ്ടത് അമ്മച്ചിയെ തന്നെയായിരുന്നു. ആരും അറിയാതെ അവിടെ അമ്മച്ചിയെ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ എല്ലാവരോടും ചേർന്ന് ഡയാനയെ കൊല്ലുകയും ആസിഡിൽ മുക്കിയതിന് ശേഷം അത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ചുരുളഴിയുകയാണ്. ഇതിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആൻ്റണി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സീനോട് കൂടി ഈ മൂവി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിച്ചേക്കുക.